അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് മസദ്. ഈ അധ്യായത്തിന് സൂറത്ത് തബ്ബത്ത് എന്നും സൂറത്ത് മസദ് എന്നും പേരുണ്ട്. സൂറത്ത് ശുഅറായിലെ 214 സൂക്തമായ ഫഅൻസിർ അശീറതകൽ അഖ്റബീൻ എന്ന വചനം അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിൻ മുകളിൽ കയറി അടുത്ത കുടുംബങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി. ഞാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യുവാൻ അയക്കപ്പെട്ട ദൂതനാണ് എന്നും അവരെ പൊതുവായും ഓരോരുത്തരെ പേര് വിളിച്ച് പ്രത്യേകമായും അറിയിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂലഹബ് കൈക്കുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: തബ്ബല്ലക് സായിറുൽ അയ്യാം അലിഹാദ ജമഅതന. എല്ലാ നാളുകളിലും കാലം മുഴുവനും നിനക്കു നാശം. ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയത്? ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവൻ അബൂലഹബിൻ്റെ സാക്ഷാൽ പേര് ഉസ്സ എന്ന വിഗ്രഹത്തിൻ്റെ അടിമ എന്നർത്ഥമുള്ള അബ്ദുൽ ഉസ്സ എന്നാണ്. അബൂലഹബിൻ്റെ മുഖം വളരെ ശോഭയും തെളിവും ഉണ്ടായിരുന്നതുകൊണ്ടാണ് അബൂലഹബ് എന്ന പേരിൽ അയാൾ അറിയപ്പെട്ടത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ജ്വലിക്കുന്ന മുഖമുള്ളവൻ എന്ന ഉദ്ദേശത്തിലായിരിക്കും ആ പേര് വന്നത്. മുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ കണ്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിൻ്റെ പ്രബോധനം എപ്പോൾ തുടങ്ങിയോ അപ്പോൾ മുതൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായി പ്രത്യക്ഷപ്പെട്ടു. മരണം വരെ കഠിനവൈര്യം തുടരുകയും ചെയ്തു. അബൂലഹബിനെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പിതൃവ്യനായിരുന്നു അബൂ ത്വാലിബും. എന്നാൽ അദ്ദേഹം തിരുനബിയുടെ വാത്സല്യം നിറഞ്ഞ രക്ഷാകർത്താവായിരുന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹം ഷിർക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ തിരുനബിയെ മരണം വരെ തന്നാൽ കഴിയും വിധം സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. അബൂലഹബാകട്ടെ ചുരുങ്ങിയ പക്ഷം സ്വന്തം സഹോദരപുത്രൻ എന്ന നിലക്ക് ഉപദ്രവിക്കാതിരിക്കുകയെങ്കിലും ചെയ്തില്ല. നേരെ മറിച്ച് കിട്ടിയ അവസരമെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുവാനും അപമാനിക്കുവാനും വിനിയോഗിക്കുകയാണ് ചെയ്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂലഹബും അയൽവാസികളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാതിൽക്കൽ മലിന വസ്തുക്കൾ വലിച്ചിടുവാനാണ് ആ അയൽപക്കബന്ധം ആ മനുഷ്യൻ ഉപയോഗിച്ചത്. ഖുറൈശികളുടെ ഒരു നേതാവ് കൂടിയായിരുന്നതുകൊണ്ട് കൂടുതൽ ഉപദ്രവം നടത്താനുള്ള സാഹചര്യവും കഴിവും അവനുണ്ടായിരിക്കുമല്ലോ. റബീഅത്ത് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്: ഞാൻ ജാഹിലിയ്യത്തിലായിരുന്ന അവസരത്തിൽ ദുൽമജാസ് ഉത്സവച്ചന്തയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറയുന്നത് ഞാൻ കാണുകയുണ്ടായി: ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുവിൻ, എന്നാൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. മുഖപ്രകാശമുള്ളവനും കോങ്കണ്ണനും ആയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ പറയുകയുണ്ടായി: ഇന്നഹു സ്വാബിഉൻ കാദിബുൻ. ഇവൻ മതം മാറിയവനാണ്, കള്ളം പറയുന്നവനാണ്. അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഈ മനുഷ്യനും പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇയാളെപ്പറ്റി ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂലഹബാണെന്ന് ആളുകൾ പറഞ്ഞു. ഇസ്ലാമിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും പല നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കേണ്ടിയിരുന്ന അബൂലഹബ് ഇത്രവും നീചവും ദുഷ്ടവുമായ പെരുമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും സ്വീകരിച്ചതുകൊണ്ടായിരിക്കാം അവൻ്റെ പേരെടുത്ത് പറഞ്ഞ തുറന്ന ഭാഷയിൽ തന്നെ അല്ലാഹു അവനെ ശപിച്ചാക്ഷേപിച്ചത്. ഇതിനേക്കാൾ കടുത്ത ഭാഷയിൽ ചില കഠിന മുശ്രിക്കുകളെപ്പറ്റി ഖുർആനിൽ പ്രസ്താവിച്ച് കാണാം. പക്ഷേ അവരുടെയൊന്നും പേരെടുത്ത് പറയാറില്ല. അവനോടുള്ള അല്ലാഹുവിനുള്ള അതികഠിനമായ വെറുപ്പാണല്ലോ ഇത് കാണിക്കുന്നത്. പ്രവാചകൻ്റെ അടുത്ത ബന്ധുവായിരുന്നതിനാൽ പോലും പ്രവാചക ദൗത്യത്തെ ധിക്കരിക്കുന്നവരോട് അല്ലാഹുവിൻ്റെ കോപം വമ്പിച്ചതായിരിക്കുമെന്നും ഇത് വ്യക്തമാക്കുന്നു. അബൂലഹബിൻ്റെ ഭാര്യയും അബൂലഹബിന് തികച്ചും യോജിച്ച ഒരു ഭാര്യയായിരുന്നു. ഉമ്മു ജമീൽ എന്നാണ് പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരായി സ്വഭർത്താവിൻ്റെ സംരംഭങ്ങളിൽ അവൾ അവനെ സഹായിക്കുമായിരുന്നു. അവൾക്ക് സ്വന്തമായി കഴിയുന്നത് പുറമെയും ചെയ്യും. തൻ്റെ തോഴിമാരായ സ്ത്രീകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി കുറ്റവും കുറവുകളും പറഞ്ഞ് പ്രചരിപ്പിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്ന വഴിയിൽ ഞെരിഞ്ഞിൽ മുള്ളിൻ്റെയും മറ്റും ഭാണ്ഡങ്ങൾ കൊണ്ടുവന്നിടുക, തിരുമേനിയും അനുയായികളെയും കുറിച്ച് ഏഷണി പറഞ്ഞുണ്ടാക്കുക മുതലായവ അവളുടെ വകയായിരുന്നു. ഇക്കാരണത്താൽ അവളും അല്ലാഹുവിൻ്റെ കടുത്ത ശാപത്തിനും കോപത്തിനും പാത്രമായി തീർന്നു.
രണ്ടുപേർക്കും ഇഹത്തിലും പരത്തിലും നാശമാണുള്ളതെന്നും അവരെ കൊണ്ടുള്ള ശല്യത്തെക്കുറിച്ച് വിലപിക്കേണ്ടതില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സന്തോഷവാർത്തയും ഈ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നു. രണ്ടുപേരും ജീവിച്ചിരിക്കെ തന്നെയാണ് ഈ സൂറത്തിൻ്റെ അവതരണം. വിവരം അറിഞ്ഞ് ഉമ്മു ജമീൽ രോഷാകുലയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലിരിക്കുമ്പോൾ അവിടെ ചെന്ന് അസഭ്യം പറഞ്ഞതായി നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫായിൽ വെച്ച് കുടുംബാംഗങ്ങളെ താക്കീത് ചെയ്തപ്പോൾ അബൂലഹബ് തബ്ബല്ലക്, നിനക്ക് നാശം എന്ന് പറയുകയുണ്ടായല്ലോ. കഠിനമായ പ്രതിഷേധവേളയിൽ ശപിച്ചു പറയാറുള്ളൊരു വാക്കാണത്. അതേ വാക്ക് ഉപയോഗിച്ചു കൊണ്ട് തന്നെ അള്ളാഹു അവനെയും ശപിച്ചിരിക്കുകയാണ്. ഒന്നാം വചനത്തിലെ ആദ്യത്തെ ക്രിയ തബ്ബത്ത്, അബൂലഹബിൻ്റെ കരങ്ങൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥനാ രൂപത്തിലും, രണ്ടാമത്തെ ക്രിയ വതബ്, അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വർത്തമാന രൂപത്തിലുമാണുള്ളത്. രണ്ടാമത്തെ വചനത്തിൽ അവൻ്റെ ധനം, ഐശ്വര്യം, സ്വാധീനം, മക്കൾ മുതലായവയൊന്നും ഇഹത്തിൽ അവൻ്റെ ഉദ്ദേശം സാധിക്കുന്നതിന് ഉപകരിക്കുകയില്ലെന്നും പരലോകത്തിൽ അവ മൂലം യാതൊരു ഗുണവും ലഭിക്കുകയില്ലെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ഈ ശാപം ഇഹത്തിൽ വെച്ച് മരണത്തിന് മുമ്പ് തന്നെ അവൻ അനുഭവിക്കുകയും ചെയ്തു. അവൻ്റെ ഉദ്ദേശമൊന്നും ഫലിച്ചതുമില്ല. അവൻ്റെ മകൻ ഉത്ബത്ത് ഷാമിലേക്കുള്ള യാത്രയിൽ സിംഹത്തിനിരയായി. അവന് അദസത്ത് എന്ന് പറയപ്പെടുന്ന ഒരു രോഗം പിടിപെട്ടു. ദുർഗന്ധ നിമിത്തം ജനങ്ങൾ അടുക്കാതെയായി. ശവസംസ്കാരത്തിന് പോലും ആളെ കിട്ടാതെ കൂലിക്കാരാണത്രേ ഇങ്ങനെയോ എടുത്തു മറച്ചത്. ബദർ യുദ്ധം കഴിഞ്ഞ് അല്പ ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അത്. താനൊരു ഖുറൈശ് നേതാവായിരുന്നിട്ടും ഭീരുത്വവും പിശുക്കും കാരണമായി ബദറിൽ അവൻ പങ്കെടുത്തിരുന്നില്ല. പകരം തനിക്ക് കടക്കാരനായിരുന്ന ഒരാളെ അയക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ അവൻ്റെ ധനവും അവൻ സമ്പാദിച്ചു വച്ചതുമെല്ലാം തന്നെ അവന് അവിടെ ഉപകരിച്ചില്ല. പരലോകത്തിലാകട്ടെ മൂന്നാം വചനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ ജ്വലിച്ച് പ്രകാശിക്കുന്ന ആ മുഖം കത്തിജ്വലിക്കുന്ന നരകത്തിൽ കടന്ന് എരിയുകയും ചെയ്യും. അതിൽ ഒരു സംശയവുമില്ല. അബൂലഹബിനെ തുടർന്ന് അവൻ അനുകരിച്ചിരുന്ന അവൻ്റെ ഭാര്യയെയും ശാപത്തിൽ അള്ളാഹു അവനോടൊപ്പം പങ്കുചേർത്തു. വിറകു ചുമട്ടുകാരി ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് വിശേഷിപ്പിച്ച് അവളെ നിന്ദിക്കുകയും ചെയ്തിരിക്കുന്നു. ഏഷണിയുമായി നടക്കുന്നവരെക്കുറിച്ച് അവൻ അയാൾക്കെതിരെ വിറകുണ്ടാക്കുകയാണെന്ന് അറബികൾ പറയാറുണ്ടെന്നും അതനുസരിച്ച് ഏഷണിക്കാരി എന്ന ഉദ്ദേശത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതുമാണ് ചില ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുവാനായി അവൾ മുള്ളും മറ്റും ചുമന്നുകൊണ്ട് വരുന്നതിനെ ഉദ്ദേശിച്ചാണെന്നും അഭിപ്രായമുണ്ട്. അവളുടെ കഴുത്തിലൊരു പിരിച്ച ചൂടിക്കയറുണ്ടായിരുന്നു. ഫി ജീദിഹ ഹബ്ലും മിൻ മസദ് എന്ന വാക്യവും ഇതുപോലെ അവളുടെ നേർക്ക് അള്ളാഹുവിനുള്ള വെറുപ്പിൻ്റെ കാഠിന്യം പ്രകടമാക്കുന്നു. വിറകു ചുമക്കൽ ഏത് അർത്ഥത്തിലാവും ആ വിറകു ചുമട്ടുകാരൻ അതിന് തക്ക കയറും കൊണ്ട് നടക്കുമല്ലോ. നരകത്തിൽ വെച്ചുള്ള അവളുടെ സ്ഥിതി വിവരിച്ചതാണ് എന്നാണ് പല മഹാന്മാരും പറയുന്നത്. അഥവാ കഴുത്തിൽ കയറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാമിനുമെതിരെ വിറക് ശേഖരിക്കുവാൻ മിനുക്കെട്ടിയിരുന്ന അവൾക്ക് അതിന് തികച്ചും അനുയോജ്യമായ ശിക്ഷയായിരിക്കും നരകത്തിലും അനുഭവപ്പെടുക എന്ന് സാരം. അല്ലാഹു അഅലം. അഅദനല്ലാഹു മിൻ ഗളബിഹി വസുഖ്തിഹി വജഅലനാ മിനൽ ഫായിസീന ബിറിദല്ലാഹി വലഹുൽ ഹംദു വൽ മിന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.